അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ സംഗി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ സംഗിയാണെന്നുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ വരുന്ന മാസീവ് അൺഫോളോ, അൺസബ്സ്ക്രൈബ്, പിന്നെ അതിനുശേഷം ഡോക്ടർ റോബിന് വരുന്ന ഭീഷണികൾ, സംഗി ആയതുകൊണ്ട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംഗി രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ പറയുന്നു, അങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതിനുശേഷം വേറൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ഡോക്ടർ റോബിനെ പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബൊട്ടീക്കിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പേരോ ഒന്നുമില്ലാത്ത ഒരു അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. ട്രൂ കോളറിനകത്ത് ഇങ്ങനെയൊക്കെയാണ് പേരും ഫോട്ടോ ഒക്കെ വന്നിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും ഇത് BJP ഒരു പക്കാ സ്ക്രിപ്റ്റഡ് പ്രോജക്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്കാ സ്ക്രിപ്റ്റഡ് പ്രോജക്റ്റ്. BJP ഇങ്ങനത്തെ ഒരുപാട് സ്ക്രിപ്റ്റഡ് പ്രോജക്റ്റിന് ഒരുപാട് പേരെ കേരളത്തിൽ സമീപിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ ഈ പരിപാടിയിൽ കുറച്ച് കാലമായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. നമുക്കൊക്കെ ഏത് രീതിയിലുള്ള അപ്രോച്ചുകൾ എവിടെ നിന്നൊക്കെ വരും എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വെച്ച കുറച്ച് മീറ്റിങ്ങുകൾ, അതേപോലെ അമിത്ഷാ വന്ന സമയത്തുണ്ടായ കുറച്ച് മീറ്റിങ്ങുകൾ, ഇനിയിപ്പോൾ നരേന്ദ്രമോദി വരും, അങ്ങനെ ഇതിൻ്റെ ഒരു PRIT സൈബർ വിങ് ഉണ്ട് ഈ BJPക്ക്. അവർ ബാക്കിയുള്ളവരെയൊക്കെ സ്ട്രോങ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. ആൻഡ് ദേ ആർ റെഡി ടു ഫണ്ട് ഓൾസോ. സോ ദേ അപ്രോച്ച്ഡ് എ ലോട്ട് ഓഫ് ഗൈസ് ഹിയർ. ഇവിടെയുള്ള ഒരുപാട് പേര് അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മെയിൽ, ഫീമെയിൽ, അങ്ങനെ കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടതൊരു ഫെയിം ഫേസാണ്. ഓക്കെ, ബ്ലണ്ടായിട്ട് ഒരു പ്രോ BJP എന്നുള്ള രീതിക്ക് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ, അതായത് എന്നുടൽ അണ്ണനുക്ക് എൻ്റെ ഉയരണ്ണനുക്ക് എന്ന് പാണ്ടിപ്പടയിൽ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു പാണ്ടിപ്പട വേണം, അതിനൊരു നേതാവിന് വേണം. എനിക്ക് തോന്നുന്നു അവർക്ക് കറക്റ്റ് സ്പെസിമെനെയാണ് അവർ റോബിനിലൂടെ സെലക്ട് ചെയ്തത് തോന്നുന്നു. റോബിൻ അതിന് കഷ്ടപ്പെട്ട് പണിയെടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ റോബിൻ്റെ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓൾമോസ്റ്റ് എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു സെയിം സ്ക്രിപ്റ്റ് ആയിരിക്കും. അതായത് ഞാൻ BJP നിനക്കെന്താ, BJP ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, BJPക്ക് എന്തെങ്കിലും സീനുണ്ടോ, സംഗി ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ സംഗിയാ, ഈ ഒരു സാധനമായിരിക്കും അതിൻ്റെയൊക്കെ ഒരു ഇന്നർ ടോൺ. അപ്പോൾ ഈ വന്നൊരു കോള് തന്നെ നിങ്ങൾ നോക്കിയാൽ എനിക്ക് ഈ ഒരു കോൾ ഒട്ടും എന്താ പറയുക ജെന്യുവനായിട്ട് തോന്നിയില്ല. ഐ ഫെൽറ്റ് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് വൺ. എനിക്ക് അങ്ങനെയുണ്ടോ പേഴ്സണലി ഇത് ഫീൽ ആയത്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഒരു കോള് വരുമ്പോൾ റോബിൻ ഇതിൻ്റെ പിന്നിലൊരു കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ചൊന്നും എനിക്ക് ഐഡിയ ഇല്ല. കാരണം റോബിൻ്റെ അടിയന്തരം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു കോളാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ. ഹലോ, ഇതാരാണ്? നമ്മുടെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചല്ലോ. ആരാ ഇത്? ആണോ? ഞാനാണല്ലോ റോബിൻ. എന്താ പ്രശ്നം മോനെ, പറഞ്ഞോ. ഏത് ടീമാ വിളിക്കുന്ന? അല്ല പറഞ്ഞോ, ഏത് ടീമാ വിളിക്കുന്നതെന്ന് പറഞ്ഞോ. BJPയുടെ ടീമാ? ആണോ? ഓഹോ, ഓക്കെ. ഇതാരാണ്? താങ്കൾ ആരാണ്? അല്ലല്ല, പേര് പറഞ്ഞോ മോനെ. നിന്റെ പേര് പറഞ്ഞോ. എന്താ പേര് പറഞ്ഞോ, പേര് പറഞ്ഞോ. എടാ പേര് നീ പറഞ്ഞോ, പേര് പറഞ്ഞോ. നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രശ്നം നിനക്ക്? അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അല്ല, എനിക്ക് BJP ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? നിന്റെ അടുത്ത് ഞാൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? നീ ആരാണ്? എടാ നിന്റെ പേര് പറ മോനെ, നിന്റെ പേര് പറ. നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ പേര് പറ എവിടെ നിന്ന്. നിന്റെ പേരും വീടും പറ. നീ എവിടെ നിന്ന്? എടാ കണ്ടുപിടി. എടാ നിന്റെ പേര് പറടാ. എന്തോ നീ എന്തോ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് സ്ത്രീകളുടെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം? എന്താ പ്രശ്നം നിനക്ക്? എന്തോ നീ എന്തോ മറിച്ചുള്ളതെന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ നിനക്ക്? എടാ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ. ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ? എന്തേ BJP? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളം BJP ഭരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഓ, അത് എന്തെങ്കിലും ആവട്ടെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, സ്വപ്നം ആയിക്കോട്ടെ. സ്വപ്നം എന്തേ? സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം? സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്നത്? നീ എന്തിനു വിളിച്ചത്? നീ പറ. നിന്റെ ടീമല്ല, നീ പറയടാ.
ഓ തീട്ടം, ഓഹോ ഹോ ഹോ ഹോ, അത്ര ഉള്ളടാ. നീ എന്തോ എന്നെ കട്ട് ചെയ്താ? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ നിങ്ങളിപ്പോൾ കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ്. കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എൻ്റെ വൈഫിന്റെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു, എൻ്റെ സ്ഥലം എവിടെയാണ്, എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരു ഭീഷണിയും കൂടെ. റോബിന്റെ അടിയന്തരമാണ്, അവരുടെ സൂക്ഷിച്ചോളം പറഞ്ഞു. സോ അപ്പം സ്റ്റാഫ് പാനിക്കായി എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ആ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ BJP-നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവന്റെ ഏതൊരു ടീമൊക്കെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ BJP-നെ സപ്പോർട്ട് ചെയ്യും, BJP-നെ എനിക്ക് ഇഷ്ടമാണ്, എന്റെ നിലപാടിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു. ഇനി ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട. അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്ലി എക്സ്പോസും ചെയ്യും, നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുത്. നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എൻ്റെ വഴി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം. ഓക്കെ, താങ്ക് യു. കണ്ടല്ലോ, എനിക്കിതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു സ്ക്രിപ്റ്റഡ് കോളായിട്ടാണ് തോന്നിയത്. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് വർത്താനം പറയുന്നവന് അവനൊരു ക്ലാരിറ്റി ഇല്ല. ഭീഷണിപ്പെടുത്താൻ വിളിച്ചാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഭീഷണിപ്പെടുത്തി പോവും. അവനറിയില്ലല്ലോ ഇപ്പുറത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അറിയൂ? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഭീഷണിപ്പെടുത്താൻ ബൊട്ടീക്കിക്ക് വിളിച്ചിട്ട് ബൊട്ടീക്കിലുള്ള അവരുടെ സ്റ്റാഫിനോട് ഇവൻ്റെ അടിയന്തരം കഴിക്കും, ഇവൻ്റെ മറ്റേ അഡ്രസ്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ച ഒരാൾക്ക് കിട്ടേണ്ടതാരെയാണ്? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കിട്ടിയ സമയത്ത് റോബിൻ്റെ നമ്പർ ചോദിച്ചും അഡ്രസ്സ് ചോദിച്ചും വിളിച്ച ഒരാൾക്ക് കറക്റ്റ് റോബിൻ തന്നെ തിരിച്ചു വിളിക്കുമ്പോൾ റോബിനോട് ആ അഗ്രഷനില്ല. അപ്പം എനിക്ക് ഭീഷണി കോൾ വരുന്ന ഒരാളാണ്. എനിക്ക് എങ്ങനെ പോയാലും ഒരാഴ്ചയിൽ 1-2 ഭീഷണി കോളൊക്കെ വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും വരും ഭീഷണി തീർത്ത് കളയുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാലോ, ഇല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ ഇട്ടാലോ, BJP-ക്കെതിരെ പറഞ്ഞാലൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ടോൺ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതല്ല ഇത് എനിക്ക് കേട്ടിട്ട് എന്താ അറിയോ, ഒരു സാധനം, ഒരു സ്ക്രിപ്റ്റ് സെറ്റാക്കി ആ സ്ക്രിപ്റ്റിന് ലാസ്റ്റ് ഞാൻ BJP ആണ്, നിങ്ങൾക്ക് എന്താ, ഞാൻ സംഘിയ, നിങ്ങൾക്ക് എന്താ, നമുക്കൊന്നുമില്ല. ബട്ട് ഇതൊരു ഡേഞ്ചറസ് സാധനമാണോ ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി ആണ്. വൈ? ബിക്കോസ് കേരളത്തിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിലും നമുക്ക് ആ അറിവിലുള്ള, നമുക്ക് ആ പേരറിയുന്ന മുഖപരിചയമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഓണസ്റ്റ്ലി നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നേരെ മറിച്ച് BJP-യുടെ ഇപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ പേരറിഞ്ഞു കഴിയുമ്പോൾ ഒരു മുഖം കണ്ടാൽ നമുക്ക് ചിരി വരുന്ന അത്രയും ട്രോളുകൾ ഇറങ്ങിയ ഒരുപാട് നേതാക്കന്മാർ BJP-ക്ക് പുതിയതായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. വൈ? ബിക്കോസ് ദേ ഹാവ് യൂസ്ഡ് ദി സോഷ്യൽ മീഡിയ ട്രോൾസ് ആൻഡ് മീം പേജസ്. അവർ ഫണ്ട് ചെയ്ത് ഉപയോഗിച്ചു. എന്തിന്? സെൽഫ് ട്രോൾ അടിച്ച്, സെൽഫ് മീം അടിച്ച് ആളുകളുടെ ഇടയിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യണ്ടേ? മനസ്സിലായി? അവരെ നേതാക്കന്മാർ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എ ട്രോൾ മെറ്റീരിയൽ, ലെറ്റ് ഇറ്റ് ബി എ മീം മെറ്റീരിയൽ. അവർക്ക് വിസിബിലിറ്റി മതി, അവർക്ക് ആളുകളെ അടുത്ത് ഫെമിലിയർ ആയാൽ മതി. അങ്ങനെ കേരളത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് അവർ കുറച്ച് കാലമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റത് നമുക്ക് വിരലിലെണ്ണാവുന്ന നേതാക്കന്മാരെ മാത്രമേ പേരോ മുഖമോ നമുക്ക് പരിചയം ഉണ്ടാവുള്ളൂ BJP-യിൽ. ഇപ്പം അങ്ങനെയല്ല. കാരണം ഇറ്റങ്ങളെ ട്രോൾ ചെയ്തിട്ടാണെങ്കിലും ഇറ്റങ്ങളെ കളിയാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും സംഗതി അവരുദ്ദേശിച്ച സാധനം സെറ്റായി ആളുകളുടെ ഇടയ്ക്ക് BJP എന്ന് പറഞ്ഞ സാധനം എത്തി. ഇനി എന്താ അവർക്ക് വേണ്ടേ? റോഡ് ടു ഇലക്ഷനാണ്. ഓക്കെ, ഒരുപാട് പേര് അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നുണ്ട്, പല ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മീറ്റിങ്സ് വെക്കുന്നുണ്ട്, പലരുടെയും ഡിമാൻഡുകൾ അവർ കേൾക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും എ നോൺ ഫേസ്, എ ഫെമിലിയർ ഫേസ്. ഓക്കെ, അത് എവിടെയെങ്കിലും സ്ഥാനാർത്ഥി മറ്റേ ടിക്കറ്റ് കൊടുത്ത് അവരെ മത്സരിപ്പിക്കാനോ അല്ലെങ്കിൽ BJP-യിൽ ഒരു അംഗത്വം കൊടുത്തിട്ട് അങ്ങോട്ട് അവരെ ഫുൾ ടൈം BJP-കാരനാക്കാനോ അതിനൊന്നുമല്ല. ഈ എലക്ഷൻ, റോഡ് ടു എലക്ഷൻ്റെ ടൈമിൽ ഈ കൃത്യമായ 3 മാസം അവർക്ക് BJP എന്നുള്ളത് അവരുടെ ആ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴി വിസിബിലിറ്റി കൊടുക്കണം, 10 ആളിലേക്ക് എത്തിക്കണം. ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളിലൂടെ വരുന്ന ഒരു 10 പേരെ അവർക്ക് ഇൻടേക്ക് ചെയ്യണം. ഇതാണ് ആവശ്യം. പിന്നെ അവരുടെ നേതാക്കന്മാർ വന്നു പോകുമ്പോൾ അവരുടെ ഒപ്പമൊക്കെ റീലും ഫോട്ടോ ആയിട്ട് ഷെയർ ചെയ്യാൻ കുറച്ച് ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള എന്താണെങ്കിലും സിനിമാക്കാരെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, സോഷ്യൽ മീഡിയ അതിനൊരു കറക്റ്റ് സ്പെസിമെൻ, വർമ്മൻ എഫക്റ്റിൽ പണിയെടുക്കുന്ന ഒരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അവർ കൃത്യമായിട്ട് അവരത് പിച്ച് ചെയ്തു പൊക്കി. എനിക്ക് ഈ കോളും കൂടി കഴിഞ്ഞപ്പോൾ അതാ തോന്നിയത്, മനസ്സിലായോ? ബിക്കോസ് ആ പൊളിറ്റിക്സിലേക്കുള്ളൊരു എൻട്രി ഉണ്ട്, ഒരു സാധനമുണ്ട്. അത് എന്താ പറയുക, എനിക്ക് ഭയങ്കര എന്ന് തോന്നിയ ഒരു ടൈമായിരുന്നു റോബിൻ വന്നിട്ട് ഞാൻ സംഖ്യ എന്ന് പറഞ്ഞത്.
മനസ്സിലായി? അയാൾ വന്നിട്ട് പറയുക സെൽഫായിട്ട് ഞാൻ സംഖ്യയാണ്, മോദിയോടുള്ള ആരാധന, അങ്ങനെ കുറേ എക്സ്പ്ലനേഷൻസും പറഞ്ഞു പോയി. പക്ഷേ റോബിൻ ഇത് ഇനി മുന്നോട്ട് ലൈഫിൽ ഈ പൊളിറ്റിക്കൽ ലൈൻ കീപ്പ് ചെയ്യുമോ, ഈ പൊളിറ്റിക്കൽ ലീനിങ് കീപ്പ് ചെയ്യുമോ, അതെന്താണെങ്കിലും കണ്ടറിയണോ, അതോ ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് സൈഡാവുമോ? ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് അതിൽ. അപ്പോൾ എന്താണെങ്കിലും ഫോൺ കോളും സ്ക്രിപ്റ്റും സാധനവും കഴിഞ്ഞു. ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുന്നു, ഇനി നിങ്ങൾ അങ്ങോട്ട് കേരളത്തിൽ കാണാൻ പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ സോഷ്യൽ മീഡിയ മുഖമുണ്ടല്ലോ, ഒരു കേരള രാഷ്ട്രീയത്തിനൊരു സോഷ്യൽ മീഡിയ മുഖമുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഒരുപാട് ഈ പറഞ്ഞ ഗിമിക്കുകൾ, കുറേയൊക്കെ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് പണിയെടുക്കും. ഓക്കെ, കുറേയൊക്കെ ഇവിടുത്തെ ട്രോൾ മീം പേജുകൾ പണിയെടുക്കും. കുറേ ഇതേപോലുള്ള ഇൻഡിവിജ്വൽസിനെ ചൂസ് ചെയ്ത് പല പാർട്ടിക്കാരും ഇപ്പം നെഗറ്റീവ് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ ഈ ഫുൾ ടൈം ഇരുന്ന് നെഗറ്റീവ് ഈ BJPക്ക് ആവശ്യം എന്താ പറയുക, അവർ നെഗറ്റീവ് പറയണം, അപ്പോൾ അവർ കൂടുതൽ ഫണ്ട് ചെയ്യും. ഒരു പ്രത്യേകതരം അപ്രോച്ചാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെങ്കിലും റോബിൻ്റെ വേറൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ വന്ന വീഡിയോ ആണ് ഭീഷണി, ഇന്ന് വേറൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം BJP പാർട്ടിനെ എനിക്ക് ഇഷ്ടമാണെന്നും എന്റെ പൊളിറ്റിക്കൽ വ്യൂ ധൈര്യമായിട്ട് ഈ ലോകത്തോട് പറഞ്ഞപ്പോൾ എന്നെ എതിർക്കാനും അടിച്ചമർത്താനും എന്നെ ഭീഷണിപ്പെടുത്താനും ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷേ BJP പാർട്ടിയിൽ ഈ സെക്കൻഡ് വരെ ഒരു അംഗത്വം പോലും ഇല്ലാത്ത എന്നെ പോലെ ഒരു സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി BJP പാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ വന്നു. കാരണം നിങ്ങൾ തന്ന ധൈര്യവും സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയിക്കുന്നു. അത് മാത്രമല്ല, എന്റെ പൊളിറ്റിക്കൽ വ്യൂ ധൈര്യമായിട്ട് ഞാൻ ഈ ലോകത്തോട് പറഞ്ഞപ്പോൾ എന്നെ പോലെ BJP പാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. അതെന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തോട് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1000 10,000 ലക്ഷമല്ല കോടിക്കണക്കിന് ജനങ്ങൾ നമ്മളെ എതിർത്തേക്കാം. പക്ഷേ നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും ധൈര്യത്തോടെ പറയാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അങ്ങനെ ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും നല്ലത് വരുന്ന എന്ത് കാര്യം ചെയ്യുന്നതും രാഷ്ട്രീയമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കെല്ലാവർക്കും നിലപാടുകൾ ഉണ്ടായിരിക്കും. നമ്മളെ നിലപാടുകൾ നമുക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും മരിക്കുന്നവരെ ആ നിലപാടിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രമല്ല, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഒരു BJPക്കാരനാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും അഭിമാനവും എനിക്കുമുണ്ട്. നന്ദി. നല്ലതാണ്, ഒന്നും പറയാനില്ല. കാരണം BJPക്കാരനാണ്, ഞാനൊരു സംഖ്യയാണ് എന്ന് പറയുന്നത് ഒന്നും ഇവിടെ ഒരു തെറ്റൊന്നുമില്ല. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിട്ട് ഞാൻ സഖാവാന്ന് പറയുമ്പോൾ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസ്സുകാരൻ വന്നിട്ട് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗുകാരൻ വന്നിട്ട് ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്, അതിനൊന്നും ഒരു വിഷയമില്ലാത്തപ്പോൾ പിന്നെന്താണ് ഒരു BJPക്കാരൻ വന്ന് ഞാൻ സംഖ്യ പറയുന്നത് വലിയ വിഷയമുള്ള കേസൊന്നുമില്ല. അതിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ചങ്ങായിനോട് ഞാൻ കൊള്ളാടേ സംഗതി പറഞ്ഞല്ല. പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള ഒരു ഇൻറ്റൻഷൻ, ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് പേഴ്സണലി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രാജ്യസ്നേഹം ആവാം. രാജ്യസ്നേഹം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കൂടുതലുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ രാജ്യസ്നേഹം ഒരിക്കലും ഒരു പാർട്ടിയിൽ ഞാൻ വെച്ച് കെട്ടി നടക്കാറില്ല. ഓക്കെ, പ്രധാനമന്ത്രിയോട് എനിക്ക് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ എതിർക്കേണ്ട കാര്യങ്ങളിലും എതിർത്ത് സംസാരിക്കേണ്ട കാര്യങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കും. മീഡിയാസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, പിന്നെ ഇവിടുത്തെ ഒപ്പോസിഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരമില്ല, അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളിലും എതിർപ്പുള്ളത് എതിർപ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയണോ വേണ്ടതെന്നുള്ളത് ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുകയാണ്. ഇത് എൻ്റെ വ്യൂവർഷിപ്പിലുള്ള യങ് ജനറേഷനോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കാണാമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ഫുള്ള് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നോക്കിയിട്ട് ഞാനിപ്പോൾ അച്ഛൻ കോൺഗ്രസ്, അമ്മ കോൺഗ്രസ്, ഞാനും കോൺഗ്രസ്, ആ വഴിയല്ല. ഇനി നമ്മൾ സ്കൂളിലോ, ഇപ്പോൾ സ്കൂളിലടക്കം രാഷ്ട്രീയമൊക്കെ പറയുന്ന സമയമാണ്, ഇല്ലെങ്കിൽ കോളേജ്, ഓക്കെ കുറച്ചും കൂടി കൂടുതൽ പറഞ്ഞാൽ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അവിടുത്തെ രാഷ്ട്രീയവും നമുക്ക് ഇൻജക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. വീട്ടിലെ രാഷ്ട്രീയവും നമുക്ക് ഇൻജക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഫോർ മീ, ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം, നാട്ടിലിറങ്ങിയാൽ ചിലപ്പോൾ നാട്ടിലൊരു കൂട്ടായ്മ, ഒരു രാഷ്ട്രീയം, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പറയുമ്പോൾ എക്സ്പീരിയൻസ്, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യണം, മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ടൈമും അത് പേഴ്സീവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ടൈമും ഒക്കെ യങ്ങർ ജനറേഷന് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ നാടിൻ്റെ ഒരു ഫ്യൂച്ചർന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. യങ് ജനറേഷൻ മതവും രാഷ്ട്രീയവും അവർ സ്വയം പേഴ്സീവ് ചെയ്യണം. എങ്ങനെ?
അവരെ സറൗണ്ടിങ്ങിൽ നിന്ന് അവർ പഠിക്കണം എന്ത് തരം രാഷ്ട്രീയമാണ് എനിക്ക് ആപ്റ്റാവുക. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏത് തരം രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജിയാണ് എനിക്ക് ലൈഫ് ലോങ് ഹെൽപ്ഫുൾ ആവുക, എനിക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ടൈം ആൻഡ് സ്പേസ് ഒരു യങ് ജനറേഷനുള്ള ഒരാൾക്ക് കൊടുക്കണം. ഇഞ്ചക്ട് ചെയ്തിട്ട് കാര്യമില്ല. മതവും സെയിമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും നമുക്ക് ഓക്കെ ഇന്ന പാർട്ടിയിൽ ഇന്ന രാഷ്ട്രീയത്തിൽ എനിക്ക് നിൽക്കാം, നാളെ ഞാൻ ഇവിടുന്ന് ചാടി അങ്ങോട്ട് പോകുമ്പോൾ നിലപാടില്ലാത്തവനെ നീ ഇത്ര കാലം ഈ പാർട്ടി, നീ എന്തിനാ അപ്പുറത്തെ പാർട്ടി എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള വഴിയിലേക്ക് എന്നെ കൊണ്ടുപോകരുത് എന്ന് ചിന്തിച്ച് വേണം ഒരു രാഷ്ട്രീയം ചൂസ് ചെയ്യാൻ എന്ന് താല്പര്യപ്പെടുന്ന ഒരാൾ. അതാണ് ഞാൻ ഇത്ര ലേറ്റ് ആവുന്നത്. ഓക്കെ, ഐ നീഡ് ടൈം. നമുക്ക് പഠിക്കണം, നമുക്ക് അറിയണം എങ്ങനെയാ എന്താ എന്നുള്ളത്. നമ്മൾ അറിഞ്ഞ് പഠിച്ചിട്ട് മാത്രമാണ് ഈ സാധനത്തിലേക്ക് ഇറങ്ങാൻ പാടും. ഇൻസ്പയർഡ് ആവാം നേതാക്കന്മാരിൽ നിന്ന്, പക്ഷേ ഐഡിയോളജി ഈസ് ദ കീ. ഏതൊരു രാഷ്ട്രീയത്തിൻ്റെയും അതിൻ്റെ ഒരു ഐഡിയോളജി, അത് ആസ് എ ഹ്യൂമൻ ബീങ് എന്നെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, എന്നിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരും, അല്ലെങ്കിൽ എനിക്കത് വെച്ച് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ആ ഒരു ഐഡിയോളജി എനിക്ക് ഹെൽപ്ഫുള്ളാണോ, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഏതൊരു രാഷ്ട്രീയം ചൂസ് ചെയ്താലും അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് നമുക്കുണ്ടാവും. അത് പിന്നെ നോക്കിയിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ദിസ് റോബിൻ പ്രൊജക്റ്റ് ഇത് BJPയുടെ ഒരു പോസിറ്റീവ് ആണോന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ. ബിക്കോസ് ഈ റോബിനൊരു ബ്ലൈൻഡ് ഫാൻസ് ഫോളോയിങ് ഉണ്ട്. ഓക്കെ, ആൻഡ് റോബിന് ഇതൊരു ഭയങ്കര പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ യെസ് ഡെഫിനറ്റ്ലി ആണ്. ബിക്കോസ് ആഫ്റ്റർ ബിഗ് ബോസ് റോബിൻ്റെ ഒരു ഡൗൺഫോൾ ഉണ്ട്. ആ ഡൗൺഫോളിൽ നിന്ന് റോബിന് വീണ്ടും ഈ BJP സംഘ് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഒരു ഫാമിലി പറയുമ്പോൾ അതിലാണ് കുറച്ചും കൂടി എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബെൽറ്റുള്ള ഈ അമ്മമാരെ ബെൽറ്റ് അവിടെയും സ്ട്രോങ് ആയിട്ട് റോബിന് കിട്ടും. ആൻഡ് അതല്ലാതെ ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു ഭക്തി ഫേസിൽ പോകുന്ന കുറച്ചും കൂടി സോർട്ടഡ് ആയിട്ടുള്ള ഒരു യങ് ജനറേഷൻ്റെ ഫേസും കൂടിയും കിട്ടും. ആൻഡ് അവരാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി ഡോമിനേറ്റിങ്. അപ്പോൾ റോബിന് എന്ത് കിട്ടി? നാളുകളിൽ ഇപ്പോൾ റോബിനെ പോയി ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ തെറി വിളിക്കുന്നതോ ആളുകളെ കമൻറ്റ് ബോക്സിൽ ചേരി തിരിഞ്ഞടുപ്പിക്കാനുള്ള ഒരു ഐറ്റത്തിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് റോബിനും പേഴ്സണലി അതൊരു ബെനിഫിറ്റാണ്. അല്ലാത്ത പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വല്ല ഐഡിയ ഇല്ല. ബട്ട് ഇവിടുത്തെ പിച്ചിങ് ഒക്കെ പോണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എഗെയിൻ പറയുന്നു, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടും, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊരു പരിപാടി കവർ ചെയ്താൽ കാശ് കിട്ടും, സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടും. ഇപ്പോൾ കോൺഗ്രസ്സിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഒന്നും അവിടെ പോയിട്ട് അവരെ നെഗറ്റീവ് പറഞ്ഞാൽ കാശ് കിട്ടില്ല. പക്ഷേ BJP പോയാൽ കിട്ടുന്നതാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് അവർ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ പല സോഷ്യൽ മീഡിയ ഗിമിക്കുകളും BJP എന്ന് പറഞ്ഞ പാർട്ടി പലരിലൂടെയും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് റോബിൻ്റെ ഈ ഒരു സാധനം ലൈക്ക് എന്താ പറയുക, ഇതൊരു ജെന്യുവിനായിട്ടൊരു പാർട്ടിയിലേക്ക് ഒരാൾ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, എൻ്റെ ജീവിതത്തിൽ ഈ രാഷ്ട്രീയം ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടി സെർവ് ചെയ്യാൻ, പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞൊരു സാധനമാണല്ലോ, ഇതൊരു ഡിഫറെൻറ്റ് സോണാണ്. ഓക്കെ, അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്നതോ ചെയ്യുന്നതോ പോലെ ആയിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. സോ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്തുണ്ട്, പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് റോബിൻ ഇറങ്ങിയതാണോന്നും പിടുത്തല്ല. അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീങ് ആ ഒരു സോഷ്യൽ മീഡിയ BJP പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കംസ് ഇൻ ഗോസ് ഔട്ട്. എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോസ് ഔട്ട് ആൻഡ് അതർ എലക്ഷൻ ടൈം ആകുമ്പോൾ കംസ് ഇൻ. ഈ ഒരു രീതിയാണോന്നും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഓക്കെ, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ കാരണം എൻ്റെ ഡൗട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ആ കാര്യത്തിൽ. കാരണം എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട് അപ്രോച്ച്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഫണ്ട് ചെയ്യാൻ റെഡി അല്ലാത്ത പാർട്ടിക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ബട്ട് BJP ഈസ് റെഡി ടു ഫണ്ട് എനിവൺ. അപ്പോൾ എന്താണെങ്കിലും റോബിൻ്റെ കൊള്ളാം, ഈ സംഗതി ഇങ്ങനെ രസമായിട്ട് പോകുന്നുണ്ട്. ഇത് ഏതുവരെ എത്തും എന്നുള്ളത് അറിയാനും എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ എഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ അങ്ങനെ ഒരു നറേറ്റീവ് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നറേറ്റീവാണ്. കേരളത്തിൽ സംഗീ എന്ന് പറയണമെങ്കിൽ ശേഷം ഇതാണ്. കാരണം സംഗീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തിരിച്ചടി ഇങ്ങനെ എന്ത് സംഗീ. അപ്പം ഞാൻ തന്നെ കളിയാക്കാറുണ്ട്, കാര്യം പറയണം, ഒക്കെ കളിയാക്കാറുണ്ട്, ഈ സംഖ്യയാണ്. മനസ്സിലായോ? ആ സാധനം ഉണ്ട്. ആ സാധനം ഉള്ളപ്പോൾ വന്നിട്ട് ഞാൻ സംഖ്യ എന്ന് പറയുന്നത് അതൊരു വേറെ സോണാണ്. പക്ഷേ ഈ പറയുന്ന ഐറ്റം എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് എനിക്കൊന്ന് നോക്കണം റോബിൻ്റെ കേസിൽ. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദിസ് ഈസ് എ സ്ക്രിപ്റ്റഡ് പ്രൊജക്റ്റ് ബൈ BJP. ഇത് റോബിനിൽ നിന്ന് മാത്രമല്ല പലരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന
അല്ലെങ്കിൽ ഇവർ ഓൺ ബോർഡ് ചെയ്യുന്ന പലരും ഇനി ഇതേപോലെ ഞാൻ BJP ആണ്, സംഘിയാണ്, അതൊരു സാധനമായിട്ട് വരും. അത് മനസ്സിലായോ? അതൊരു ഐറ്റമായിട്ട് മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യൽ സാധനമുണ്ട്. ഇത് അതിൻ്റെ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതർ പാർട്ടീസ് പ്ലീസ് ബിവെയർ ഓഫ് ദിസ് കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഗിമിക്കുകൾ. നിങ്ങൾ വളരെ ബാക്കിലാണ് ഗൈസ്. നിങ്ങൾ ഒരുപാട് ബാക്കിലാണ്. നിങ്ങളിപ്പോഴും ഇവിടുത്തെ കറൻറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസിൽ മാത്രം നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കാരെ അടിച്ചും വാരിയും കുത്തിയും പോകുമ്പോൾ ഇവരിതേപോലെ സോഷ്യൽ മീഡിയയിൽ പുതിയ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് BJP. നെവർ ബി ലേറ്റ്. നിങ്ങളൊക്കെ കളത്തിലിറങ്ങി, രസം വേണ്ടേ?